ഹലോ, പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 13/2/2025. അപ്പോൾ നമ്മളുടെ പവിത്രം സീരിയലിലെ കഥ എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, രാധയെ കാണാൻ വേണ്ടിയിട്ട് അയ്യപ്പൻ വിളിച്ച് വരുത്തുന്നതാണ് 2-3 പേര്. അവർ വരുന്നതോ കുപ്പിയും വെള്ളമൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ രാധ ഇങ്ങനെ നോക്കിയിട്ട് വേഗം അമ്മയെ വിളിച്ചിട്ട് അപ്പുറത്തേക്ക് പോകും. പോയിട്ട് പറയും, അമ്മ അങ്ങോട്ട് വാന്ന് പറയും. എന്താ മോളെ അറിയും, ഇങ്ങോട്ട് വാ ഞാൻ പറയട്ടെ എന്നിട്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അയ്യപ്പൻ ഇവർ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വന്നവരോട് പറയും, പിന്നെ അവളെ ഡ്രസ്സ് മാറാൻ പോയതാണ്, നിങ്ങൾ കയറി വാന്നറിയും. അപ്പോൾ അയാളെ കയ്യിലിരിക്കുന്ന ഒരു പൊതി അയ്യപ്പൻ്റെ കയ്യിൽ കൊടുക്കുക. ഇതെന്താണെന്ന് നോക്കി, ഇത് സ്കോച്ചാ, ഞങ്ങളെന്തായാലും ഇങ്ങോട്ട് വരികയല്ലേ, ഒരു നല്ല കാര്യത്തിന് വരികയല്ലേ. അപ്പോൾ അയ്യപ്പേട്ടനൊരു സമ്മാനം കൂടെ വാങ്ങിയും കൊണ്ട് വന്നു പറയുമ്പോൾ, സ്കോച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ വലിയ കൊതി കാണിക്കും. എന്നിട്ട് അങ്ങോട്ട് പോരും. പോകുന്ന സമയത്ത് അവിടെ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് പറയും, അമ്മേ ഇവനെ ഓട്ടോ പാർക്കിൽ ആ ജോബി എന്ന് പറയുന്നവൻ്റെ ഇതിൽ പെടുന്നതാണ്, ഗുണ്ടയാണ് അവന് ഭാര്യയുണ്ട്, പിന്നെ ഇപ്പോൾ ജയിലിലായിരുന്നുകൊണ്ട് ഇറങ്ങിയിരിക്കാന്ന് തോന്നുന്നു. അവനാണ് അറിയുമ്പോൾ, നിൻ്റെ അച്ഛനെന്താ പ്രാന്തായോ എന്ന് വയ്ക്കും. അമ്മേ ഇത്രയും ഗതി കേട്ടോ, നമ്മുടെ അച്ഛനെ വിൽക്കാൻ മാത്രമായോ എന്നൊക്കെ അവളിങ്ങനെ സങ്കടം പറയും. അപ്പോൾ പറയും, മോളെ ഇതിന് ഞമ്മ കൂട്ട് നിൽക്കില്ല എന്ന് പറയും. ഇനിയിപ്പോൾ എന്താ വേണ്ടത്, എന്താ ചെയ്യുക നമ്മളെന്ന് ചോദിക്കുമ്പോൾ വഴിയുണ്ട് പറയും. എന്നിട്ട് അങ്ങനെ അവൾ നമ്മളെ ഇവനെ വിളിക്കുകയാണ്, വിക്രമിനെ വിളിക്കുക. വിക്രം അങ്ങനെ ഫോണിങ്ങനെ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കും. അപ്പോൾ നോക്കുമ്പോൾ എന്താ ഓട്ടോ വെട്ടിൽ എന്താണെന്ന് തോന്നുന്നു എഴുതി വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ 1-2 പ്രാവശ്യം അടിക്കുമ്പോൾ പിന്നെയാണോ എടുക്കുക. അപ്പം എന്താ നിനക്ക് വേണ്ടത്, നീ എന്തിനാ എന്നെ വിളിക്കുന്നത്, ശല്യപ്പെടുത്താതെ പറയുമ്പോൾ, ഒരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം എന്ന് പറയും, എന്നെ പെണ്ണ് കാണാൻ വന്നു, നല്ല കാര്യം, പെണ്ണ് കാണാൻ വന്നെങ്കിൽ കല്യാണം കഴിച്ച് പോകണം, എപ്പോഴാണ് സദ്യ വെച്ചാൽ പറഞ്ഞാൽ ഞാൻ വന്ന് കൊണ്ടുപോകാമെന്ന് പറയും. അതൊന്നും നല്ല കാര്യം, അച്ഛൻ കൊണ്ടുവന്നത് അറിയാം. ആയിക്കോട്ടെ, അങ്ങനത്തെ അച്ഛന്മാരാണ് കൊണ്ടുവരിക എന്നിങ്ങനെ വിക്രം പറയും. അതല്ല എന്ന് പറയും. പിന്നെ വയ്ക്കും, മുഴുവൻ പറയുന്നത് കേൾക്കട്ടെ, നീ ഒന്ന് വെച്ചിട്ട് പൊടി അറിയും. പിന്നെ നിൽക്ക് ഹലോ പറയുമ്പോൾ പിന്നെ എന്താ ചോദിക്കും. അപ്പോൾ പറയും, അഭിലാഷില്ലേ, ഓട്ടോ പാർക്കിലെ ജോബിയുടെ കൂടെ ഗ്യാങ്ങിലുള്ളത് അവനാവുന്നത്, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി ചോദിക്കും. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ വന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കുക എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ അച്ഛൻ കൊണ്ടുവന്ന അയാളെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വരും, അയാളെ മുന്നിൽ ഞാൻ തല കുനിക്കേണ്ടി വരും എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ ഫോൺ വെച്ച് കഴിഞ്ഞ് പിന്നെ, എടീ കുറച്ച് വെള്ളവും ഗ്ലാസ്സും എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയ്യപ്പം മറത്തുനിന്ന് വിളിച്ച് പോവുകയാണ്. അപ്പോൾ ഇതാ വരണു എന്ന് പറയും. അതിൽ അമ്മ ഒരു പാത്രത്തിൽ ഒരു ജഗ്ഗിൽ കുറച്ച് വെള്ളവും ഒരു ട്രയൽ 2-3 ഗ്ലാസ്സും ആയിട്ട് ഇങ്ങനെ നനച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ പറയും, നല്ല ബെസ്റ്റ് പെണ്ണ് കാണൽ എന്നറിയും. അപ്പോൾ പറയും, എന്നാ കള്ള് മോന്ത്, ചായ കുടിക്കുക കാപ്പി കുടിക്കുക എന്നൊക്കെ പറയുള്ളൂ, കള്ള് മോന്താന്നാ പറയും, എന്നാ മോന്താം ഗ്ലാസ് എന്ന് പറയും. നീ അങ്ങോട്ട് വെച്ച് കൊടുക്കും മോളെ എന്ന് പറയും. ഇതെന്താ 3 ഗ്ലാസ് 4 ഗ്ലാസ് വേണ്ടേ പറയുമ്പോൾ, അയ്യോ എനിക്ക് വേണ്ട, അയാൾ കുടിക്കുക 4 ഗ്ലാസ്സാണ് കൊണ്ടുവരിക. അപ്പോൾ പറയും, 4 ഗ്ലാസ് ഉണ്ടോ, 3 ഗ്ലാസ് മതി, ഇവൻ കുടിക്കില്ല എന്ന് പറയും. കുടിക്കുകയില്ല വയ്ക്കും. ഇപ്പോൾ അവൾ ഞാൻ വല്ലപ്പോഴേ കുടിക്കുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ എന്ത് നല്ല സ്വഭാവം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, എനിക്ക് എന്തായാലും നിങ്ങൾ എനിക്ക് ഈ കല്യാണത്തിന് ഞാൻ നടത്തും, ഈ കല്യാണം എന്നൊക്കെ അയ്യപ്പം വെച്ച് കാച്ചാണ്. അപ്പോൾ പറയും, പക്ഷേ എനിക്ക് ഒരാളോട് ചോദിക്കാണ്ട് പറ്റില്ല, അയാളിപ്പോൾ വരും എന്നറിയാം. അപ്പോൾ ആര് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖത്തോട് മോന്ന് വെക്കുക. അപ്പോൾ പറയും, നിന്നെ വിക്രം കൊണ്ട് നടക്കായിരുന്നില്ലേ, എന്നിട്ടല്ലേ നിന്നെ ഉപേക്ഷിച്ചത്, ഞാൻ തന്നെ നിന്നെ കിട്ടുമെന്ന് പറയും. അപ്പോൾ അയ്യപ്പൻ പറയും, നിന്നെ ഞാൻ ഇവരെന്നെ കെട്ടിച്ചു കൊടുക്കും. അപ്പടി ഇപ്പടി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിക്രം ബൈക്കിൽ അവിടെ പറന്നെത്തുകയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ പറയും, എനിക്ക് ഇയാളുടെ ഒരു അനുവാദം കൂടെ വേണമെന്ന് പറയും. അപ്പോൾ പിന്നെ എടി നീ അങ്ങനെ എന്താണ് എന്നെ ഇതാക്കണോ എന്നൊക്കെ, നിന്നൊക്കെ ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇവിടെ തല്ലാൻ ചെല്ല. അപ്പോൾ മോനെ അഭിലാഷേ നിൽക്ക് ഞാൻ പറയട്ടെ എന്നൊക്കെ അങ്ങനെ അയ്യപ്പൻ വിളിച്ച് പോവുകയാണ്. അപ്പോൾ പറയും, എന്താ ഒരു കാര്യമുണ്ട്, ഇവിടെ നിന്നിട്ടുള്ള സ്റ്റണ്ടൊന്നും വേണ്ട, പുറത്തേക്ക് ഇറങ്ങുക, അത് കുറച്ച് ഫർണിച്ചറുള്ളൂ, അത് കേടുവന്ന് വാങ്ങാൻ പുതിയത് വാങ്ങാനൊന്നും കയ്യിൽ കാശില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തു ചെയ്യും, അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ ഗുണ്ടകളും അയ്യപ്പനൊക്കെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങുക. അപ്പോൾ പറയും, നിനക്കെന്താണ് അവിടെ കാര്യം എന്ന് പറയും. പറയണതും ഇടി തുടങ്ങും. അപ്പോൾ അഭിലാഷിനെ നെഞ്ചത്തിനിട്ടിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നതാണേ നമ്മൾ വിക്രം. അതിലങ്ങനെ വീഴും. പിന്നെ പറയും, നീ എന്താണ് ഇവിടെ വന്ന് ഇതാക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് അയ്യപ്പന് വരും. അപ്പോൾ കിട്ടുന്ന ഒരു വടിയാണ്, ഒരു ഇരുമ്പിൻ്റെ ഒരു ഇത് കിട്ടും, വടി കിട്ടും. അത് വെച്ചിട്ട് വിക്രം അഭിലാഷിനായിട്ട് അടിക്കുന്നതാണ്. അപ്പോഴേക്കും മറ്റവന്മാർ മേടിച്ച് ഓടും, 2 പേരും ഓട്ടം. അത് കഴിഞ്ഞ് അഭിലാഷിനെ ശരിക്കും പെരുമാറുകയാണ്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ രക്ഷപ്പെടും. നിന്നെ നീ മുറ്റത്ത് കണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രം നല്ല ഷൈൻ ചെയ്യണം. അപ്പോൾ അവനങ്ങനെ ഓടുകയാണ്. അത് കഴിഞ്ഞിട്ട്, എടാ നീ എന്താടാ എൻ്റെ മോൾക്ക് വന്ന ആലോചന നീ മുടക്കോ, നീ കൊണ്ട് നടന്ന് അവളെ നശിപ്പിച്ചില്ലടാ, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ ഇയാളെ വിക്രമിൻ്റെ മെക്കിട്ടാണെങ്കിൽ ചെല്ലും. അതിൽ പറയും,
നിങ്ങളെന്താ ഈ പറയുന്നതെന്ന് ചോദിക്കും വിക്രം. അപ്പോഴേക്കും എന്ത് ചെയ്യും, ഈ നമ്മുടെ രാധയുടെ അമ്മ വന്നിട്ട് ആ അയ്യപ്പൻ്റെ മോന്തൊക്കെ ഇട്ട് ഒരൊറ്റ അടി അടിക്കും. അയാൾ അടി കൊണ്ടപ്പോൾ എല്ലാവരും അയ്യോ ഇതായിപ്പോയി. കാരണം രാധ അവളും പ്രതീക്ഷിച്ചില്ല, അമ്മ അങ്ങനെ അച്ഛൻ്റെ മുഖത്ത് തല്ലുന്നു അവളും പ്രതീക്ഷിച്ചില്ല, വിക്രമും പ്രതീക്ഷിച്ചില്ല. പറഞ്ഞു നിങ്ങൾ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് അറിയോ, ആരെയാണ് പറയേണ്ടത് അറിയോ, മോളെക്കുറിച്ചാണ് നിങ്ങൾ ഈ അനാവശ്യം പറഞ്ഞ് നടക്കേണ്ടത്, അത് ആലോചിച്ചിട്ട് വേണം ഇനി സംസാരിക്കാമെന്നൊക്കെ പറയും. അതിൽ ഇയാൾ പെട്ടെന്ന് ഇവരിങ്ങനെ കയറി അടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളൊന്ന് ഷോക്കായി. അതിൽ പറയും മോനെ വിക്രം, പിന്നെ എനിക്ക് നിന്നോടൊരു അപേക്ഷയുള്ളൂ, നീ അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിനക്ക് അവളെ ഇഷ്ടമുണ്ടോ എന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല, പക്ഷെ ഒന്ന് ഞാൻ പറയാം, അവൾക്ക് നല്ലൊരു ആലോചന വരുന്നവരെ നീ പിന്നെ ആലോചന വരുന്നവരെ നീ നടത്തി തരണം എന്നൊക്കെ ഇങ്ങനെ പറയും. അമ്മയും ആങ്ങളമാരും പിന്നെ അച്ഛനൊന്നും ഇല്ലാത്തൊരു അമ്മയുടെ അപേക്ഷയാണെന്ന് പറയുമ്പോൾ വിക്രം വല്ലാത്ത വിഷമം തോന്നും. അപ്പോൾ പറയും വിക്രം എനിക്ക് അവളെ ഇഷ്ടമാണ് പറയും, പക്ഷേ ഒരു പങ്കാളിയോടുള്ള ഇഷ്ടമല്ല എനിക്ക് രാധയോട്, പിന്നെ അവൾക്ക് ഇനി ആരും അവളെ നിങ്ങളെ ഉപദ്രവിക്കാൻ അങ്ങോട്ട് വരില്ല, അതിന് ഞാൻ ഉറപ്പ് തരാം, അവൾക്ക് നല്ലൊരു ആലോചന വന്ന് അവൾ നല്ലൊരു കല്യാണം കഴിപ്പിച്ച് അയക്കുന്നവരെ ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും എന്നിങ്ങനെ ഇതെൻ്റെ വാക്കാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ രാധയുടെ അമ്മയ്ക്ക് ഭയങ്കര സമാധാനമാവും, ഒരു സപ്പോർട്ട് ചെയ്യാനൊരു ആളുണ്ടല്ലോ. നമ്മൾ രാധ ഇങ്ങനെ നിന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് പറയും ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ, അവൾ മനസ്സിലിങ്ങനെ പറയും ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ, ആ ഇഷ്ടം നേരെയുള്ള ഇഷ്ടമാക്കി മാറ്റാൻ എനിക്കറിയാമെന്നറിയാം. അപ്പോഴും അവൾ ഈ പണ്ടാരണ്ട പറഞ്ഞ പോലെ കുരങ്ങൻ പാമ്പിനെ പിടിച്ച പോലത്തെ കഥ പറഞ്ഞില്ലേ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുന്നേ നമ്മളുടെ വിക്രം ഇങ്ങോട്ട് ബൈക്കിൽ പോരാൻ നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് വേദ ചോദിക്കും ഹലോ വിക്രം എങ്ങടാ പോകണം ചോദിക്കും. ഇപ്പം എന്തിനാ നിന്നോടത് പറയുന്നത്, എനിക്കിപ്പോൾ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. പറയടോ വിക്രമാദിത്യാന്നോ ത്രിവിക്രമാന്ന് പറയുമ്പോൾ നീയേ വല്ലാണ്ട് ഇതൊന്നും ചെയ്ത് പറയൊന്നും വേണ്ട വിക്രം അത് പറഞ്ഞാൽ മതി. അപ്പോൾ അവൾ പറയും വേദ ആളം ഇനി അധികം വേണ്ട, എന്നെയും വേദ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരുണ്ടാളുടെ ഒരു സീനാണ്. ഞങ്ങളുടെ ഇത്ര വാലിൽ തീ പിടിച്ച പോലെ ഉടനെ എവിടേക്കാണ് പോകണതെന്നൊക്കെ ചോദിക്കണ്ടേ ഇടയ്ക്ക് കേട്ടോ ഇങ്ങോട്ട് എത്തുന്നതിന് മുന്നേ. അപ്പോൾ അതേ എനിക്ക് പറയാൻ പിന്നെ അവകാശമുണ്ടെന്ന് തോന്നുമ്പോൾ ഞാൻ പറയുമെന്ന് പറയും. അപ്പോൾ എനിക്ക് അവകാശമുണ്ടോ കേൾക്കാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ, പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, വേണമെങ്കിൽ വളർത്തോ എന്നിങ്ങനെ പറഞ്ഞ് വള വരുമ്പോൾ അവൻ പറയും നീ എന്തെന്നെ കളിയാക്കണോ ഇത് ശരി എന്നോട് മിണ്ടാണ്ട് എൻ്റെ വളർത്തും കൊണ്ട് പോവാം, എൻ്റെ പിന്നെ ആവശ്യത്തിന് നേരിട്ട് വയ്ക്കുമ്പോൾ വേണ്ടതാണെന്ന് പറയും. നിങ്ങൾ എന്തൊരു മനുഷ്യനാണെന്നൊക്കെ ഇങ്ങനെ പറയുക. അവസാനം അവൻ അങ്ങനെ ബൈക്ക് എടുത്തിട്ടാണ് പിന്നെ രാധയുടെ വീട്ടിൽ നിന്നിട്ടാണ് ബാക്കി സംഭവ വികാസങ്ങൾ, അത് വിട്ടുപോയതാണ്, സോറി. പിന്നെ കാണിക്കുന്നുണ്ട് നമ്മളുടെ വേദയുടെ വീടാണ്. വേദയുടെ അച്ഛനും അച്ഛമ്മയും അതുപോലെ അനിയത്തി ഇങ്ങനെ ഫോണിൽ നോക്കി എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ചിരിക്കുക ചാറ്റ് ചെയ്യുക എന്തൊക്കെയാണ്. അപ്പോഴേക്കും കാണാം നമ്മളെ വേദയെ കല്യാണം കഴിക്കുന്ന ചെക്കന് ദർശനും ദർശൻ്റെ അമ്മയും കൂടെ ഇങ്ങനെ വരിക. അപ്പോൾ അവരുടെ മോളുണ്ടല്ലോ, അവൾ മുകളിൽ നിന്ന് അവളിങ്ങനെ നോക്കുമ്പോൾ ഇവരാണ്. അപ്പോൾ വേഗം അവൾ താഴത്തേക്ക് സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ പിന്നെ ശങ്കരനാരായണൻ ചോദിക്കുക ആരാ വന്ന് നോക്കും മോളെ എന്ന് പറയും, ദീപ്തി. അപ്പോൾ ഇല്ല അത് അച്ഛനും അമ്മയും ദർശനമാണ് എന്ന് പറയും. അപ്പോൾ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കലും ഒക്കെ ഭയങ്കര സ്നേഹം. അപ്പോൾ മോളെ നാളാണ് അത് വർഷയുടെ നാളാണ്, അപ്പോൾ അതിന് അമ്പലത്തിൽ പോയിരുന്നു എന്നൊക്കെ പ്രസാദം എന്നൊക്കെ നെറ്റിയിലിട്ട് കൊടുക്കും. ഇങ്ങോട്ട് കയറണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ പോണ വഴിക്കൊന്ന് കയറി പോകുക അത്രയേ ഉള്ളൂ, എന്താ മോൾക്ക് സുഖം തന്നെ അല്ലേ എന്ന് നോക്കുമ്പോൾ സുഖമാണ്. അപ്പോൾ പറയും മറ്റേ ഇവിടെ വർഷയുടെ അമ്മ നമ്മുടെ വേദയുടെ അമ്മ പറയുക അച്ഛമ്മ എന്തൊക്കെയോ കുറേ മരുന്നുകൾ എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വർഷയ്ക്ക് പറയുമ്പോൾ കഷായോ അതും ഇതൊക്കെ തരുന്നുണ്ട്, അത് കുടിക്കാൻ ഇത്തിരി പാടാണ് പറയും. അപ്പോൾ അച്ഛമ്മ പറയും ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയല്ലേ, അപ്പോൾ ഞങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ദീപ്തി പറയും ആദ്യത്തെ പേരക്കുട്ടി ഞങ്ങളല്ലേ എന്ന് വയ്ക്കുമ്പോൾ എന്ത് അച്ഛൻ്റെ കുടുംബമാണ്, അപ്പോൾ അച്ഛൻ്റെ ആദ്യത്തെ പേരക്കുട്ടിയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ദർശൻ്റെ അമ്മ പറയും ഞങ്ങളൊരു കാര്യം പറയാനും കൂടെ ഇങ്ങോട്ട് വന്നത്, എന്തായാലും വേദങ്ങനെ ഒരു നാണക്കേടാക്കി പോയി, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഞങ്ങൾക്ക് വിട്ട് മാറിയിട്ടില്ല അറിയാം. അപ്പോൾ അച്ഛമ്മ ചോദിക്കും എന്ത് ക്ഷീണം, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയും. അല്ല അതിന് അവൾ ഒളിച്ചോടി പോയിട്ടില്ല, അവളുടെ മറ്റേ കല്യാണം എങ്ങനെയാണ് നടക്കാമെന്ന് പരമശിവൻ്റെ ഇതുള്ളതുകൊണ്ടല്ലേ അവൾ അങ്ങോട്ട് പോയതെന്ന് പറയും. ഇത് പൊളിച്ചോടി പോയതെങ്കിൽ ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല, ഇതിപ്പോൾ 4 ആളെ കൊണ്ട് പറയിച്ചിട്ടല്ലേ പോയത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് ഭയങ്കര ക്ഷീണമെന്ന് പറയും. അപ്പോൾ ദർശൻ പാവത്തൊന്നും അറിയുന്നില്ല, അവൻ പറയും അമ്മ എന്തിനാപ്പോൾ ഇതൊക്കെ പറയുന്നത്, ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ പറയേണ്ടത് എന്നിങ്ങനെ പറയും. അപ്പോൾ പറയും നീ മിണ്ടാതിരിക്കും ഞാൻ പറയട്ടെ, ദർശനോടും കൂടി ഞാൻ ആ കാര്യം പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ എന്താണ് എന്നുള്ളത് ഇപ്പോൾ ആർക്കും മനസ്സിലായിട്ടൊന്നുമില്ല, എന്താണ് ഈ പറയാൻ പോകണമെന്നുള്ളത്. അപ്പോൾ പറയും
പിന്നെ എന്താ എന്തായാലും ആയി ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബന്ധം വേണം, ഈ ബന്ധം അങ്ങോട്ട് നിലനിർത്തി പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ദർശൻ്റെ അച്ഛനും അതിനെപ്പറ്റി എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ആ ബന്ധം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇവരെല്ലാവരും മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുകയാണ്. ഈ ദീപ്തി എല്ലാവരും ഉണ്ട്, എല്ലാവരും മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും വേദയുടെ അമ്മ അകത്ത് പോയിട്ട് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസുമായിട്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ കയറി ഇങ്ങോട്ട് വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്താ വിട്ട് നിൽക്കും, ഇവരെന്താണ് ഈ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ വർത്തമാനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇവരെ വീട്ടിൽ നിന്ന് ഒളിച്ചോട് പോയ പോലെയൊക്കെയാണ് വേദ. അപ്പോൾ പറയും ഞങ്ങൾക്ക് മനസ്സിലായി, അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല അറിയാം. അപ്പോൾ അച്ചമ്മയ്ക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി. അച്ചമ്മ ഇങ്ങനെ നോക്കുകയാണ് ഇവരെ. അപ്പോൾ പറയും അതല്ല, ദർശന് പിന്നെ ദീപ്തിയെ കൊടുത്തൂടെ, ദീപ്തിയെ കല്യാണം കഴിച്ചാൽ നന്നാവും എന്ന് പറയുമ്പോഴേക്കും അമ്മ എന്താ ഈ പറയുന്നത് വെച്ചാൽ ദർശനം ഇങ്ങോട്ട് കയറി ദേഷ്യം. എല്ലാവരും ആകൊണ്ട് അന്തം വിട്ടു പോകും. കാരണം ഇതാരും പ്രതീക്ഷിക്കുന്നില്ല, പെട്ടെന്ന് സ്ത്രീ എടുത്തിട്ടതാണ്. അതിൽ ദീപ്തി അങ്ങനെ കരഞ്ഞുകൊണ്ട് റൂമിലേക്കും പോകും. ദർശൻ ദേഷ്യം പിടിച്ചിട്ട് അവനങ്ങനെ ഇറങ്ങി പോയി കാറിൽ കയറിയിട്ട് പോകും. അപ്പോൾ ദർശൻ നിൽക്കുക പറഞ്ഞിട്ട് അവയമ്മ പിന്നാലെ ഓടുന്നുണ്ട്. അപ്പോൾ അവനങ്ങനെ കാർ കൊടുത്ത് അവനും പോവും. കാരണം ഇത് അനിയത്തിക്കുട്ടിയെ പോലെയാണ് അവൻ കാണുന്നത്. എന്നിട്ട് അതിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ. അങ്ങനെ അതും അവനും പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഈ സ്ത്രീ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, പറഞ്ഞത് അബദ്ധമായോ എന്ന രീതിയിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് എന്താണ് ഈ അയ്യപ്പൻ വന്നിട്ട് മാഷോടെ വന്ന് കച്ചറ ഉണ്ടാക്കുന്നതാണ്. അതായത് ഇവൻ്റെ വീട്ടിൽ വന്ന് കച്ചറ ഉണ്ടാക്കുന്നതൊക്കെയാണ് ഇന്നത്തെ പവിത്രം സീരിയലൊക്കെ.